ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ 10th പ്രിലിംസ് 3rd and 4th സ്റ്റേജിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിൽ പോകാം. നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. കാൺപൂരിൽ വിപ്ലവത്തിന്റെ നേതാവ് കൻവർ സിംഗ് ആയിരുന്നു. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ഏതൊക്കെയാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ? ഓപ്ഷൻ സി 1ഉം 3ഉമാണ് കേട്ടോ ഇവിടെ തെറ്റായിട്ടുള്ളത്. 1857 വിപ്ലവം ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിലാണ് അല്ലേ. മീററ്റിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? 1857 വിപ്ലവം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. കാൺപൂരിൽ ആരാണ് നേതാവ്? കൻവർ സിംഗ് അല്ല. കൻവർ സിംഗ് എവിടെയായിരുന്നു? ആരയിലായിരുന്നു അല്ലേ. ആരയിലാണ് കൻവർ സിംഗ്. അതുപോലെ തന്നെ കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹിബാണ് അല്ലേ. നാനാ സാഹിബായിരുന്നു കാൺപൂരിലെ. നാനോ കാറിൽ വന്നു എന്നൊക്കെ, നാനോ കാറിൽ കാൺപൂരിൽ വന്ന് ഇറങ്ങി എന്നൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പം നാനാ സാഹിബ് കാൺപൂര്. ബാക്കി ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കിയാൽ ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനും ഉണ്ടായിരുന്നു. ജനറൽ ഭക്ത് ഖാനും ഉണ്ടായിരുന്നു അല്ലേ. ജനറൽ ഭക്ത് ഖാനും ഉണ്ടായിരുന്നു. പിന്നെ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു ഡൽഹിയിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. അവധിലും ലക്നൌവിലും ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭു ആണ് അല്ലേ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭു. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? ഓപ്ഷൻ എ 1 അല്ലേ. ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ്. പമേല റോക്സ് ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കിയിട്ട് പമേല റോക്സ് സംവിധാനം ചെയ്ത ചിത്രമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്നത്. തമസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? MS സത്യമാണ് അല്ലേ. തമസ് ആരുടെയാണ്? MS സത്യുവിൻ്റെയാണ്. മേഘ ദാക്കതാരെ ആരുടെയാണ്? ഋദ്ധി കട്ടകിൻ്റെയാണ് അല്ലേ. ഋദ്ധി കട്ടകിൻ്റെയാണ് എന്ന് പറയുന്നത് മേഘ ദാക്കതരെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഇത് നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1857 സാഹിത്യം എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ NCERT-യിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രങ്ങൾ കേട്ടോ. ചിത്രം അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ LDCക്ക് ആണെങ്കിലും BFക്ക് ആണെങ്കിലും LGSനാണെങ്കിലും സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നതാണ്. ആ വക ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ ഇന്ത്യ വിഭജനത്തിൻ്റെ സമയത്ത് വരച്ച ചിത്രങ്ങൾ, 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാഹിത്യ രചനകൾ, ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കെ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ്? ചിനാബിലാണ് ബഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള അണക്കെട്ടാണ് ബഗ്ലിഹാർ അണക്കെട്ട് എന്ന് പറയുന്നത്. അത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ചിനാബ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്താണ്? 1946 ഡിസംബർ 9 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസാവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിദ്യാഭ്യാസാവകാശം 86-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2008 ഈ നിയമം നിലവിൽ വന്നത്. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസറെ. 1ഉം 3ഉം മാത്രമാണ്. നമുക്കറിയാം 2002 എന്ത് വന്നിരിക്കുന്നത്? നമ്മുടെ ഈ 86-ാം ഭരണഘടനാ ഭേദഗതി വന്നിരിക്കുന്നത് അല്ലേ. 2008 അപ്പോൾ അതവിടെ തെറ്റാണ്. വിദ്യാഭ്യാസാവകാശം 86-ാം ഭരണഘടനാ ഭേദഗതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെന്താണ്? ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് എന്ത് ഉൾപ്പെട്ടിരിക്കുന്നത്? വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ഡി അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. നീതിന്യായ പുനരവലോകനം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി V രാമസുബ്രഹ്മണ്യാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി 324 സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 324.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി തീർന്നത്. ഇപ്പോൾ ഭരണഘടനയുടെ 200A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉമാണ് ഇവിടെ ശരിയല്ലാത്തത് കേട്ടോ. 3 നോക്കിയാൽ 3 ശരിയാണ്. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് ഒഴിവാക്കിയത്? അല്ല, നമുക്കറിയാം 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അല്ലെ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി തീർത്തത്. 200A അല്ല, നമുക്കറിയാം 300A എന്ന വകുപ്പിലാണ് എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടവകാശം 21 നിന്നും 18 ആക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 1989 61ാം ഭേദഗതി വഴി പ്രകാരമാണ് വോട്ടവകാശം 21 നിന്നും 18 വയസ്സാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഐക്യ കേരളം തമ്പുരാൻ ആരാണ്? മഹാരാജ കേരളവർമ്മയാണ് കേട്ടോ. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാരാജ കേരളവർമ്മയാണ്. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആര്യ സമാജം സ്ഥാപിച്ചു, ബ്രഹ്മസമാജം സ്ഥാപിച്ചു, ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു, 1875 ബോംബെയിൽ ജനിച്ചു. ഇത് ഡിലീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഇവിടെ ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആയിട്ടില്ല. നോക്കി, ആര്യ സമാജം ശരിയാണ് അല്ലേ. ആര്യ സമാജം ആരാണ് സ്ഥാപിക്കുന്നത്? നമ്മുടെ ദയാനന്ദ സരസ്വതിയാണ്. വർഷം എന്താണ്? 1875 ബോംബെയിലാണ് സ്ഥാപിക്കുന്നത്. 1875 ആര്യ സമാജം ബോംബെയിലാണ് ദയാനന്ദ സരസ്വതി സ്ഥാപിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അടുത്തത് ബ്രഹ്മസമാജം ആരുടെയാണ്? രാജാറാം മോഹൻ റോയിയുടെയാണ് ബ്രഹ്മസമാജം അല്ലെ. വർഷം ഓർത്തിരിക്കുക, 1828 കേട്ടോ ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് എന്നാണ്. 1828 രാജാറാം മോഹൻ റോയിയാണ്. അടുത്തത് ശുദ്ധി പ്രസ്ഥാനം. ശുദ്ധി പ്രസ്ഥാനം ശരിയാണ്. അതാരുടെയാണ്? ദയാനന്ദ സരസ്വതിയുടെയാണ് ശുദ്ധി പ്രസ്ഥാനം വരുന്നത് അല്ലേ. ഹിന്ദുമതത്തിൽ നിന്ന് പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. 1875 ബോംബെയിൽ ജനിച്ചു. അത് തെറ്റാണ് അല്ലേ. എവിടെയാണ്? ഗുജറാത്തിലെ തങ്കാരയിലാണ് ദയാനന്ദ സരസ്വതി ജനിക്കുന്നത് കേട്ടോ. ഗുജറാത്തിലെ തങ്കാരയിലാണ് കേട്ടോ. തങ്കാരയിലാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുന്നേ. ഗുജറാത്തിലെ തങ്കാരയിലാണ് ദയാനന്ദ സരസ്വതി ജനിക്കുന്നത്. 1824 കേട്ടോ ജനനം. 1824 ഗുജറാത്തിലെ തങ്കാരയിലാണ് സ്വാമി ദയാനന്ദ സരസ്വതി ജനിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 ശരിയാണ്, അതുപോലെ തന്നെ 3ഉം ശരിയാണ്. നമ്മളോട് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2ഉം 4ഉമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഇത് ക്യാൻസലായി പോയതാണ് കേട്ടോ. വർഷമൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ. ആര്യസമാജം എന്താണ്? 1875 അതുപോലെ തന്നെ ബ്രഹ്മസമാജം എന്താണ്? 1828 മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ചാന്നാർ ലഹള. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉം 3ഉമാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ചാന്നാർ ലഹള ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അയ്യങ്കാളിയുമായിട്ടാണ് അല്ലേ ബന്ധപ്പെട്ടിരിക്കുന്നത്. ചാന്നാർ ലഹള ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞിട്ടുള്ള അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിച്ചത് അല്ലേ. ആരൊക്കെയാണ്? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കള്. ഈ ഓപ്ഷൻ ബി കണ്ടോ? മോത്തിലാൽ നെഹ്റു, CR ദാസ്. അവര് 1923 സ്വരാജ് പാർട്ടി നിർമ്മിച്ചതാണ് കേട്ടോ. സ്വരാജ് പാർട്ടി ആരാണ്? മോത്തിലാൽ നെഹ്റുവും CR ദാസും കൂടെ 1923 രൂപീകരിച്ചിട്ടുള്ളതാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ്? നീലഗിരി കുന്നിലാണ് അല്ലേ. ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ്? നീലഗിരി കുന്നാണ്. നീലഗിരി കുന്നിലെ ഉയരം കൂടിയ പർവ്വതമാണ് അല്ലെങ്കിൽ ഉയരം കൂടിയ കൊടുമുടിയാണ് എന്ത് എന്ന് പറയുന്നത്? ഡോഡാബേട്ട എന്ന് പറയുന്നത് അല്ലേ. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം.
ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം? ഓപ്ഷൻ സി കൊൽക്കത്തയാണ് അല്ലേ. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ചിന്നാറാണ് അല്ലേ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം? ഓപ്ഷൻ ഡി മനു ഭാക്കർ ആണ് അല്ലേ. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിത്തന്ന താരമാണ് മനു ഭാക്കർ. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യത്തെ വനിത? ഓപ്ഷൻ ബി പത്മ രാമചന്ദ്രനാണ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആരാണ്? പത്മ രാമചന്ദ്രനാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ജ്യോതി വെങ്കിടാചലമാണ് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ജ്യോതി വെങ്കിടാചലം. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസറെ. 1, 4 ഇവിടെ ശരിയായിട്ടുള്ളത്. ജീവകം എ നിശാന്തത, ഡി റിക്കറ്റ്സ്. ഇത് രണ്ടുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഡിക്കറ്റ്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇവിടെ B1 ഏതാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ബെറിബറി. B9 ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B1 ബെറിബറി, B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ. എ നിശാന്തത, ഡി റിക്കറ്റ്സ്. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? ഓപ്ഷൻ ബി ആണ് വൈറസ് ആണ് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായിട്ടുള്ള രോഗാണു. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസ് ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി 4 മാത്രമാണ് ഉൾപ്പെടാത്തത്. ഉയർന്ന രക്തസമ്മർദ്ദം. അതെന്താണ്? ജീവിതശൈലി രോഗമാണ് അല്ലേ. ജീവിതശൈലി രോഗമാണ് എന്തെന്ന് പറയുന്നത്? ഉയർന്ന രക്തസമ്മർദ്ദം. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ എന്നിവ പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇതും ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതെടുത്ത് പറയുന്നുണ്ട് പുകവലി മൂലം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പറയും? എന്താണ്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ എന്തിൻ്റെ അനന്തരഫലമാണ്? പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവ മൂന്നും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ആൻസർ. എലിപ്പനിയും ഡിഫ്തീരിയുമാണ് ഇവിടെ ഇത്രയും താഴെ തന്നിരിക്കുന്നവരിൽ ബാക്ടീരിയ രോഗങ്ങളായിട്ട് ഉൾപ്പെടുന്നത്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ സി അഭിനവ് ബിന്ദ്രയാണ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അഭിനവ് ബിന്ദ്ര. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ? PC ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ PC ഗോപാലൻ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ 1998 ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? ഓപ്ഷൻ ഡി പാർവതി ബറുവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ഓപ്ഷൻ എ 1 മാത്രമാണ് കേട്ടോ ഇവിടെ ശരിയായിട്ടുള്ളത്. അഫോൻസ ഡി അൽബുക്കർക്ക് മിക്സഡ് കോളനികളുടെ നയം. അടുത്ത് നോക്കിയേ, വാൻഡ്രീഡ് ഏതുമായിട്ടാണ്? ഹോർത്തൂസ് മലബാറിക്കസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അലക്സാണ്ടർ ഓം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വേണാട് ഉടമ്പടി അല്ലേ. അലക്സാണ്ടർ ഓം വേണാട് ഉടമ്പടി. അടുത്തത് മാഹെ ലെബർഡോണൈസ് ആരാണ്? ഫ്രഞ്ച് അഡ്മിറൽ ആയിരുന്നു. ആര് പറയുന്നത്? മാഹെ ലെബർഡോണൈസ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ജനകീയ പദ്ധതി MN റോയി, ബോംബെ പ്ലാൻ JRD ടാറ്റ, ഗാന്ധിയൻ പദ്ധതി ശ്രീമാൻ നരേൻ, ദേശീയ ആസൂത്രണ സമിതി ജവഹർലാൽ നെഹ്റു. ഇതാണ് കേട്ടോ ചേരുംപടി ചേരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത്. തിരുവിതാംകൂർ കലാപത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം തിരിച്ചറിയുക. ഓപ്ഷൻ സി ആണ് ആൻസർ. 1040 പട്ടം വിളംബരം
1865. അതാണ് ശരിയായിട്ടുള്ള ആൻസറെ. തിരുവിതാംകൂർ കലാപത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം ഏതാണ്? 1865 1040. ഇത് കൊല്ലവർഷമാണ് കേട്ടോ തന്നിരിക്കുന്നത്. 1040 പട്ട വിളംബരം, അതായത് 1865. ഡാഷിന്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് പെല്ലഗ്ര. ഏതാണ്? B3 അല്ലെങ്കിൽ ഏതാണ്? നിയാസിൻ. B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയാസിൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ആരോഗ്യ സൂചകമല്ലാത്തത്? വിവാഹ സൂചകങ്ങളാണ് കേട്ടോ. താഴെ പറയുന്നതിൽ ഏതാണ് ആരോഗ്യ സൂചകമല്ലാത്തത്? വിവാഹ. ബാക്കിയൊക്കെ എന്താ നോക്കിയേ? മോർബിഡിറ്റി സൂചകങ്ങൾ, ആരോഗ്യനയ സൂചകങ്ങൾ, ഹെൽത്ത് കെയർ ഡെലിവറി സൂചകങ്ങൾ. ഇതെല്ലാം എന്താണ്? ആരോഗ്യ സൂചകങ്ങളാണ്. വിവാഹ സൂചനകൾ എന്തിൽ പെടില്ല? ആരോഗ്യത്തിൽ പെടില്ല. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം? ഓപ്ഷൻ ഡി 206. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ സി. ബിയും സിയും എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ഫൈലേറിയാസിന്റെ കാരണക്കാരനായ ജീവി ഏതാണ്? വുച്ചേറിയ ബാൻക്രാഫ്റ്റി. ഫൈലേറിയാസിന്റെ കാരണം, അതായത് മന്താണ് കേട്ടോ, മന്താണ് അവിടെ പറയുന്നത്. ഫൈലേറിയാസിസ് എന്ന് പറയുന്നത് എന്താണ്? മന്താണ്. അതിന്റെ കാരണക്കാരനായ ജീവി ഏതാണ്? വുച്ചേറിയ ബാൻക്രാഫ്റ്റിയാണ്. കൊറോണറി ഹൃദ്രോഗം തടയുന്നതിന് ശുപാർശ ചെയ്യുന്ന ഭക്ഷണക്രമത്തിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഉപ്പിന്റെ അളവ് പ്രതിദിനം 10 ഗ്രാമായി കുറയ്ക്കുക, മൊത്തം ഊർജ്ജ ഉപഭോഗത്തിന്റെ 10% താഴെയുള്ള പൂരിത കൊഴുപ്പിന്റെ ഉപഭോഗം പരിമിതപ്പെടുത്തുക, സങ്കീർണമായ കാർബോഹൈഡ്രേറ്റ് ഉപഭോഗത്തിൽ വർധനവ്, മൊത്തം കഴിക്കുന്നതിന്റെ 20-30% കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. ഉപ്പിന്റെ അളവ് പ്രതിദിനം 10 ഗ്രാമായി കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു കൊറോണറി ഹൃദ്രോഗം ബാധിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണക്രമത്തിൽ ചെയ്യാൻ പറ്റുന്ന മാറ്റം എന്ന് പറയുന്നത്. ഉപ്പിന്റെ അളവ് പ്രതിദിനം 10 ഗ്രാമായി കുറയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഓപ്ഷൻ ബി ആണ് ആൻസറെ. 1, 2, 4 ഇവിടെ ശരിയായിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ 6 എണ്ണമാണുള്ളത്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? ജവഹർലാൽ നെഹ്റു ആണ് എന്ത് എഴുതിയിരിക്കുന്നത്? ഭരണഘടനയുടെ ആമുഖം എഴുതിയിരിക്കുന്നത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഓപ്ഷൻ സി ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശമല്ല. ആർട്ടിക്കിൾ 32 അല്ലേ? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ ബി മഹാത്മാ ഗാന്ധിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? മഹാത്മാ ഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? ഓപ്ഷൻ സി 1951-ലാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്യുന്നത്. 1951. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ഓപ്ഷൻ സി 1951-ലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസറെ. 1 മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തത്, തെറ്റായിട്ടുള്ളത്. ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു അല്ലെ? ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു. ഡൽഹിയിൽ ആരാണ് കലാപം നയിച്ചത്? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്.
മഹാത്മാ എന്ന ഗാന്ധിജി ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓപ്ഷൻ സി ആണ് ആൻസറെ. 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിൽ വന്നത് എന്തിനാണ്? ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ അവസാനമായിട്ട് കേരളത്തിൽ വരുന്നത്. ബാക്കി ശരിയായിട്ടുള്ളത് നോക്കിയേ. ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 5 തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. മഹാത്മാ എന്ന് ഗാന്ധിജി ആദ്യമായിട്ട് വിളിച്ചത് ആരാണ്? ടാഗോറാണ്, രവീന്ദ്രനാഥ ടാഗോറാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കുക. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. അശോക ചക്രത്തിൽ 21 ആരക്കാലുകളുണ്ട്. 1974 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. ഓപ്ഷൻ സി ആണ് ആൻസറെ. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണിത്. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിക്കുന്നത്. എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകളാണ് ഉള്ളത്. കുണ്ടറ വിളംബരം നടന്നത് എന്താണ് കുണ്ടറ വിളംബരം നടന്നത്? ഓപ്ഷൻ എ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടക്കുന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപം നടന്നത് 1921 മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകളെ. മലബാർ കലാപം നടന്നത് 1921 മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. മലബാർ കലാപം അന്വേഷിച്ചത് ഏത് കമ്മീഷനാണ്? ലോഗൻ കമ്മീഷനാണ്. ഇപ്പോൾ മലബാർ കലാപം എന്നാണ് നടന്നത്? 1921 നടന്നത്. ഏതായിരുന്നു കമ്മീഷൻ അന്വേഷിച്ചത്? ലോഗൻ കമ്മീഷനായിരുന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഓപ്ഷൻ സി ഗൗരി പാർവതി ബായി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം. പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്? ഓപ്ഷൻ ബി 1805 നവംബർ 30 പഴശ്ശിരാജാവ് മരണമടയുന്നത്. ബക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ എ ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ന്യൂഡൽഹി. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. താഴെ പറയുന്നവയിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ഓപ്ഷൻ ഡി ജോൺ മത്തായി. താഴെ പറയുന്നവയിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ജോൺ മത്തായി. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ഓപ്ഷൻ എ ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 14. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വാരങ്ങളും നദീതടങ്ങളും ചേർന്നതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറെ. 2ഉം 3ഉമാണ് ഇവിടെ ശരിയല്ലാത്തത് കേട്ടോ. തെറ്റായിട്ടുള്ള ആൻസർ സ്റ്റേറ്റ്മെൻറ്റുകൾ. ശരിയായിട്ടുള്ളത് നോക്കിയേ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇടനാടിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദികളും ചേർന്നതാണ്. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ ഇവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയല്ലാത്തത്. ശരിയായത് നോക്കിയേ. തുഷാരഗിരി എവിടെയാണ്? കോഴിക്കോടാണ്. ചീയപ്പാറ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലരുവി എവിടെയാണ്? കൊല്ലത്താണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം.
ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. എന്നാണ് മത്സ്യഫെഡ് ആരംഭിക്കുന്നത്? 1984 ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏതാണ്? മിസ് കേരളയാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി പത്തനംതിട്ടയിലാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതാണ്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വീതി കുറവാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയെ. അപ്പോൾ കിഴക്കൻ തീരസമതലത്തിൻ്റെ ശരിയായിട്ടുള്ളത് ഏതാണ്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എവിടെ? കിഴക്കൻ തീരസമതലത്തിലാണ് അല്ലേ. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതൽ, അപരദന തീവ്രത കുറവ്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3ഉം 4ഉമാണ് ഇവിടെ ശരിയല്ലാത്തത്. ശരിയായത് ഏതൊക്കെയാണ്? അതിവിസ്തൃതമായിട്ടുള്ള വൃഷ്ടിപ്രദേശമാണ്. അപരദന തീവ്രത കൂടുതലാണ്. എന്തിന്? ഹിമാലയൻ നദികൾക്ക് അല്ലേ. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്. അപരദന തീവ്രത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അല്ലേ. ഹിമാലയൻ നദികൾ എന്താണ്? ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളാണ്. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിലെ നമ്മളിപ്പോൾ നമ്മുടെ VFAയുടെ ജോഗ്രഫി ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലിതെല്ലാം വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. SCERT നിന്നും NCERT നിന്നും എടുത്തത് തന്നെ വളരെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ ആ ഒരു ക്ലാസ്സിൽ. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. 1ഉം 3ഉമാണ് കേട്ടോ. കാരക്കോറവും സസ്കറുമാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ. ഏതൊക്കെയാണ്? കാരക്കോറം, സസ്കർ. ഓപ്ഷൻ 1, 3. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉമാണ് കേട്ടോ. കത്തി, കരി, താടി, അതുപോലെ തന്നെ പച്ച, മിനുക്ക് മുതലായവയാണ് കഥകളിയിലെ വേഷങ്ങളായിട്ട് പറയുന്നത്. കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ കളിയിലാണ്? ഓപ്ഷൻ ബി ആണ്. 1ലും 3ലും മാത്രമാണ്. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ മുതലായവയിലാണ് കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത്. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി രാത്രിമഴ. ബദിരവിലാപം, ഋതുവിലാസം, കൊച്ചുസീത എന്നിവ ആരുടെയാണ്? വള്ളത്തോൾ നാരായണമേനോന്റെ കൃതികളാണ്. ആഹാര ശൃംഖലയിലെ 1ാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി പുല്ല്. പ്രാഥമിക തലം എപ്പോഴും എന്തായിരിക്കും? ഹരിത സസ്യങ്ങളായിരിക്കും, അതായത് പുല്ലായിരിക്കും. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കരയിനമാണ്? ഓപ്ഷൻ ബി തെങ്ങ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരൾ. വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്? ജീവകം ബി. താഴെ പറയുന്നവയിൽ ബി എന്നല്ല B12 ഉണ്ട് കേട്ടോ. ബിയും ഒക്കെയാണ്. B12 കേട്ടോ. വായ്പുണ്ണ് ഏതിൻ്റെയാണ്? B12ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ദേശീയ പാർക്ക് ഏതാണ്? സൈലന്റ് വാലി എന്താണൊരു ദേശീയോദ്യാനമാണ് അല്ലേ. ബാക്കി നോക്കിക്കേ. കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളിക്കുന്നാണ് അല്ലേ. ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞർ.
ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ അവാർഡ് ഏതാണ്? ഓപ്ഷൻ എ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാറാണ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 4ഉം ആണ് ഇവിടെ ആസിഡിന്റെ പൊതു സ്വഭാവമായിട്ട് പറയുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. pH മൂല്യം 7ൽ കുറവാണ്. 7ൽ കുറവ് ഏതാണ്? ആസിഡാണ്. pH മൂല്യം 7ൽ കുറഞ്ഞാൽ അതെന്താണ്? ആസിഡാണ്. നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്നു. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 5 ആണ്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്ക് ഇടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണമാണ് 5. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി അസം. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? അസം. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ആട്ടുകട്ടിലിന്റെ ചലനം, ഫാനിലെ ദളങ്ങളുടെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, സൈക്കിളിലെ ചക്രങ്ങളുടെ ചലനം. ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആൻസർ. 2ഉം 4ഉം ആണ് ദോലനങ്ങളുടെ ചലനത്തിൽ പെടാത്തത് കേട്ടോ. ആട്ടുകട്ടിലിന്റെ ചലനം എങ്ങനെയാണ്? ദോലനമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം എങ്ങനെയാണ്? ദോലനമാണ്. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. ലോക ജലദിനം എന്നാണ്? ഓപ്ഷൻ എ മാർച്ച് 22. ജലദോഷമുണ്ടാക്കുന്ന രോഗകാരി? വൈറസ്. ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഈഡിസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഓപ്ഷൻ ബി HIV. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? 120/80. മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികളാണ് കാണപ്പെടുന്നത്? 206. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ ഡി ഇനാമൽ. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെ ആണ്? ഓപ്ഷൻ എ വരയാട്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി ഏത്? ഓപ്ഷൻ ബി ഹോർട്ടികൾച്ചർ. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നീ മികച്ച വിളവ് നൽകുന്ന വിത്തിനങ്ങൾ ഏതാണ്? നെല്ലിന്റെ സങ്കരയിനങ്ങളാണ് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ മുതലായവ. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി? ഓപ്ഷൻ ഡി കേഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 19 ഉൾക്കൊള്ളുന്നത്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ഡി 44-ാം ഭേദഗതിയിലൂടെ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ അമേരിക്ക. മൗലിക കടമകളെക്കുറിച്ചുള്ള ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി? ഓപ്ഷൻ ഡി സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകളെക്കുറിച്ചുള്ള ശുപാർശകൾ നൽകാൻ വേണ്ടിയിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി രാഷ്ട്രപതി. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ഓപ്ഷൻ എ ഗൗരി പാർവതി ബായി.
ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു. താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏതാണ്? ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. ചരക്കു സേവന നികുതി എന്നാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നത്. 1 ജൂലൈ 2017 GST എന്നാണ് നിലവിൽ വരുന്നത്. 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി പ്രേംചന്ദ്. ലോല ഏത് വിളയുടെ സങ്കരയിനമാണ്? ഓപ്ഷൻ സി പയർ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപരാപ്യത രോഗത്തിന്റെ ലക്ഷണമാണ്? ഓപ്ഷൻ സി കണ. മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ജയന്റ് വീലിന്റെ ചലനമാണ് കേട്ടോ. ബാക്കിയൊക്കെ നോക്കിയേ, നമ്മൾ നേരത്തെ ക്ലോക്കിന്റെ കാര്യം പറഞ്ഞു. ഊഞ്ഞാൽ എങ്ങനെയാണ്? മുന്നോട്ടും പിന്നോട്ടുമാണ് അല്ലേ? വീട്ടുമ്പോൾ വീണ കമ്പിയുടെ ചലനം. ജയന്റ് വീൽ എന്തിനുള്ള ഉദാഹരണമാണ്? സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ് അല്ലേ? കൂട്ടത്തിൽ പെടാത്തത് ഏത്? ടൈറ്റാനിയം ആണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ടൈറ്റാനിയം ആണ്. ഈ ബാക്കിയൊക്കെ എന്താണ്? ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്ന് വന്നിട്ടുള്ള നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള മൂലകങ്ങളാണ് അല്ലേ? മെൻഡലീവിയം, റൂദർഫോർഡിയം, ക്യൂറിയം എന്ന് പറയുന്നത്. ഇത് മെൻഡലീഫ് ആണ്, റൂദർഫോർഡ് ആണ്, ക്യൂറിയം നമ്മുടെ മേരി ക്യൂറി. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം? ഓപ്ഷൻ സി ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? സ്ഫിഗ്മോ മാനോമീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? അത്രോസ്ക്ലെറോസിസ്, ഹൃദയാഘാതം, പക്ഷാഘാതം ഒക്കെ എന്താണ്? രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് അല്ലേ? പ്രമേഹം എന്താണ്? ഇതിൻ്റെ കൂട്ടത്തിൽ പെടില്ല. ഇത് എന്തുമായിട്ട്? ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത്? പ്രമേഹം എന്ന് പറയുന്നത് അല്ലേ? എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാവേ. താങ്ക്